Okay, exercise 6.5 question 2. And find the maximum and minimum value of any of the following function given by. Second one, g of x minus of x absolute value of x plus 1 plus 3. Maximum value പറയുന്നത് എത്രയാണ്? -1 ലാണ്, അത് 3 ആണ്. മിനിമം വാല്യൂ ഇല്ല. എങ്ങനെയാണ്? g of x minus of absolute value of x plus 1 plus 3 ആണ്. നമുക്കറിയാം absolute value of x plus 1 എപ്പോഴും പോസിറ്റീവ് ആണ്. അങ്ങനെ മൈനസ് ഓഫ് absolute value of x plus 1 എപ്പോഴും എന്താ ഇതിന്റെ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ലെസ് ദാൻ 0 എന്നുള്ള ഒരു വാല്യൂവിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 3 ആയിരിക്കും. ശ്രദ്ധിക്കുക, എന്താണ് ഇത്? അബ്സല്യൂട്ട് വാല്യൂ ഇത് എപ്പോഴും ലെസ് ദാൻ 0 ആണ്. മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ എക്സ് പ്ലസ് 1 എപ്പോഴും നെഗറ്റീവ് ആണ്, കാരണം ഇത് പോസിറ്റീവ് ആണ്. ഒരിക്കലും ഇത് പോസിറ്റീവ് ആയതിനെ ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നെഗറ്റീവ് കിട്ടും. അത് എപ്പോഴും ലെസ് ദാൻ 0 ആണ്. അടുത്ത മൈനസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ എക്സ് പ്ലസ് 1 പ്ലസ് 3 എത്രയായിരിക്കും? അത് ലെസ് ദാൻ 3 ആയിരിക്കും. അടുത്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാക്സിമം 3യിൽ എത്താനുള്ള ക്രൈറ്റീരിയ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ എക്സ് പ്ലസ് 1 വാല്യൂ 0 ആവുക, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ എത്രയാവുകയാണ്? -1 ആവുകയാണ്. അപ്പം -1ലാണ് മാക്സിമം വാല്യൂ വരുന്നത്, അതിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഈ ഒരു ഗ്രാഫ് നോക്കുക, മിനിമം വാല്യൂ ഇതിനില്ല. എന്തുകൊണ്ടാണ്? ഇത് -ഇൻഫിനിറ്റിയിലോട്ട് എന്ത് ചെയ്യാണ്? പോവാണ്. നെക്സ്റ്റ് പേജ് ശ്രദ്ധിക്കുക, ഇതാണ് ഇതിന്റെ എൻലാർജ്ഡ് ഗ്രാഫ്. -1ൽ ഇതിന്റെ വാല്യൂ എത്രയാണ്? ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്, അതാണ് മാക്സിമം. മിനിമം വാല്യൂ ഇതിന് ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ 3, ഫൈൻഡ് ദി ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഫൈൻഡ് ഓൾസോ ദി ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വാല്യൂസ്. ഓക്കെ, അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ, എച്ച് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, എക്സിന്റെ വാല്യൂ 0ക്കും π/2 ഇടയ്ക്കാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നമുക്ക് എച്ച് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് 0ക്കും π/2 ഇടയ്ക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെൽ തന്നിട്ടുണ്ട്. ലോക്കൽ മാക്സിമം മിനിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും ഒക്കർ ചെയ്യുന്നത്? എവിടെയാണോ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു ഗ്രാഫ് കാണും. ഇത് മാക്സിമം മിനിമം വരുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മാക്സിമം ആണെങ്കിലും ശരി, മിനിമം ആണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ചെയ്തു എച്ച് ഡാഷ് കണ്ടുപിടിച്ചു. സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അതിനെ 0 ഡിക്വേറ്റ് ചെയ്തു. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ടാൻ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു π/4. 0ക്കും π/4 ഇടയ്ക്ക് വേറൊരു വാല്യൂ ഇല്ല. ഇനി നമ്മൾ ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താണ്? നമുക്കറിയാം ലോക്കൽ മാക്സിമം ആണ് മിനിമം. എച്ച് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ്, മൈനസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എച്ച് ഡബിൾ ഡാഷ് π/4 കണ്ടുപിടിച്ചു. അതിന്റെ വാല്യൂ എത്ര കിട്ടും? -1 √2 + 1 √2 -2 √2 -√2 കിട്ടി. അതിൽ 0. അതിന്റെ മീനിങ് എന്താണ്? അത് ഡൗൺവേർഡ് കർവ് ആണ്. അതായത് എച്ച് ഡബിൾ ഡാഷ് π/4 ലെസ് ദാൻ 0യുടെ മീനിങ് എന്താണ്? π/4 വരുന്ന വാല്യൂവിൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ π/4 വരുന്നിടത്ത് അതെന്താണ്? ഡൗൺവേർഡ് കർവ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്? എച്ച് ഡാഷ് π/4 എത്രയാണ്? 0 ആണെന്ന്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് അപ്പോൾ π/4 എന്തായിരിക്കണം? π/4 ഡൗൺവേർഡ് കർവ് ആണ്, π/4 ഡെറിവേറ്റീവ് 0 ആണ്. π/4 ഒബ്വിയസ്ലി എന്ത് വന്നേ പറ്റൂ? അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് അവിടെ എന്തേ വരികയുള്ളൂ? ലോക്കൽ മാക്സിമവേ വരുള്ളൂ. അടുത്ത ആ π/4ലെ വാല്യൂ എത്രയായിരിക്കും? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് എന്താണ്? π/4 ലോക്കൽ മാക്സിമം ആണ്. എന്താണ് ലോക്കൽ മാക്സിമം വാല്യൂ? എക്സിന് π/4 ഇട്ട് കൊടുക്കുക, എച്ച് ഓഫ് π/4 കിട്ടു. സൈൻ π/4 പ്ലസ് കോസ് π/4. അത് ഒറിജിനൽ ഫംഗ്ഷനിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സൈൻ π/4 പ്ലസ് കോസ് π/4 കിട്ടും. 1/√2 പ്ലസ് 1/√2 നമുക്ക് എത്ര കിട്ടും? 2/√2 കിട്ടും. 2/√2 എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ്. 2/√2 എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ്. നമുക്ക് ആ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇനി അത് നെക്സ്റ്റ് പേജിലേക്ക് നോക്കുക. ഗ്രാഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, എക്സിന്റെ വാല്യൂ 0ക്കും π/2 ഇടയ്ക്കാണ്. അവിടെ മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ്? π/4. അതിന്റെ വാല്യൂ എത്രയാണ്? √2. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414.